ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുമെന്ന് പ്രതീക്ഷിച്ച മുക്കം നഗരസഭയിലെ വെസ്റ്റ് മാമ്പറ്റ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് ഒരു വർഷം. പദ്ധതിയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലിരുന്ന കിറ്റ്കോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകാത്തതാണ് പ്രവൃത്തി മുടങ്ങാൻ കാരണം. ഇതോടെ ഗ്രൗണ്ടിൽ നടക്കാറുള്ള ക്യാമ്പുകൾ പോലും മുടങ്ങിയിരിക്കുകയാണ്. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിൽ 7 കോടി രൂപയോളം ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ പ്രവൃത്തിയാണ് ഒരു വർഷമായി നിലച്ചു കിടക്കുന്നത്. കിഫ്ബിയുടെ സഹായത്തോടെ സംസ്ഥാന സ്പോർട്സ് ഡയറക്ടറേറ്റിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ നിർവ്വഹണ ഏജൻസിയാണ് സ്റ്റേഡിയം നിർമ്മാണം ആരംഭിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു ആദ്യഘട്ട നിർമ്മാണ ചുമതല. നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ശാസ്ത്രീയമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട ഏജൻസിയായിരുന്ന കിറ്റ്കോ നിർദ്ദേശങ്ങൾ നൽകുന്നതിലെ കാലതാമസമാണ് പ്രവൃത്തി നിലയ്ക്കാൻ കാരണമായതെന്നാണ് ആക്ഷേപം. ഇതോടെ നേരത്തെ പ്രഭാത സവാരിക്കും വിവിധ കായിക മത്സരങ്ങൾക്കും വേനലവധി ക്യാമ്പുകൾക്കും ഉപയോഗിച്ച മൈതാനം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നമ്മുടെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുക്കം നഗരസഭയിലെ ഏറ്റവും നല്ല ഗ്രൗണ്ടാണ് മാമ്പറ്റ ഗ്രൗണ്ട്. ഏകദേശം കഴിഞ്ഞ ഭരണത്തിലാണ് നമ്മളെ ഇ പി ജയരാജൻ സഖാവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 7 കോടിയോളം രൂപ മുടക്കിയിട്ട് നിർമ്മിക്കുന്ന ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം വരെ ജനങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ 3 വർഷമായി പണി തുടങ്ങിയിട്ട്. ഉദ്ഘാടനം കഴിഞ്ഞാൽ 3 വർഷം മുമ്പാണ് പണി തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ 1 വർഷമായി പണി നിന്ന് കിടക്കുകയാണ്. ഈ ചുറ്റുമതിലിൻ്റെ പണിയാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇവിടെ നടന്നത്. പിന്നെ ഈ ഡ്രസ്സിംഗ് റൂം അതേമാതിരി ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പണിയൊക്കെ പകുതി വിലയിൽ നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഈ അവധിക്കാലത്ത് ഒരുപാട് കുട്ടികൾ ഇവിടെ ഫുട്ബോൾ കോച്ചിങ്ങും അതുമാതിരി നമ്മളെ ഈ നഗരസഭയിലും പുറത്തുമുള്ള കോളേജുകൾ സ്കൂളുകളുടെ മീറ്റൊക്കെ നമ്മളെ ഈ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അതൊക്കെ ഇപ്പം നിന്നു. കാരണം ഇതുപോലുള്ള സൗകര്യമുള്ള ഗ്രൗണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല, എവിടെയില്ല. അപ്പോൾ ഗതാഗത സൗകര്യം അതുമാതിരി ചെറിയ കുട്ടികളെ കൊണ്ടുവരാൻ സുരക്ഷിതത്വം ഗ്രൗണ്ടിൽ അങ്ങനത്തെ ഒരു പിന്നെ അപകടകരമായിട്ടുള്ള ഒരു സംഭവം ഇല്ലാത്ത ഗ്രൗണ്ട് നമ്മൾ കളിസ്ഥലത്തിന് വേണ്ടി ഉണ്ടാക്കിയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു മാമ്പറ്റ ഗ്രൗണ്ട്. അപ്പോൾ അത് നിന്നു പോയതിൽ വലിയൊരു സങ്കടമുണ്ട്. ഈ ഗ്രൗണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ കായിക പ്രേമികൾക്ക് കൈമാറണം എന്നുള്ളതാണ് ഇതിൽ കാര്യമായിട്ട് നിങ്ങൾ പറയാനുള്ളത്. 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ടർഫ് ഫുട്ബോൾ മൈതാനം, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, വോളിബോൾ കോർട്ട്, ഗാലറി, ഡ്രസ് ചേഞ്ചിങ് റൂം, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ എന്നിവ നിർമ്മിക്കാനാണ് പദ്ധതി ഉണ്ടായിരുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ശൗചാലയവും ഡ്രസ്സിംഗ് റൂമുകളും അടങ്ങുന്ന കെട്ടിടത്തിൽ ഒഫീഷ്യൽസിൻ്റെ വിശ്രമമുറി, മഴവെള്ള സംഭരണി എന്നിവയുമുണ്ട്. ടർഫിൻ്റെയും സിന്തറ്റിക് ട്രാക്കിൻ്റെയും ഡ്രൈനേജിൻ്റെയും നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ്. ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായി. ഇത്രയും അടിസ്ഥാന സൗകര്യ നിർമ്മാണങ്ങളുടെ ചുമതലയാണ് ULCCക്ക് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഫുട്ബോൾ ടർഫ്, സിന്തറ്റിക് ട്രാക്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി മൈതാനം മറ്റൊരു കമ്പനിക്ക് കൈമാറും. ആദ്യം തിരുവമ്പാടി പഞ്ചായത്തിലെ പുല്ലൂരാമ്പാറയിൽ സ്റ്റേഡിയം സ്ഥാപിക്കാൻ 2016-2017 ബജറ്റിൽ സർക്കാർ തുക വകയിരുത്തിയെങ്കിലും സ്ഥലലഭ്യത ഇല്ലാത്തതിനാൽ തിരുവമ്പാടിയിലേക്ക് മാറ്റുകയായിരുന്നു. മഴക്കാലത്ത് തിരുവമ്പാടി സ്റ്റേഡിയത്തിൽ വെള്ളം കയറുമെന്ന സ്ഥിതി വന്നതോടെയാണ് മാമ്പറ്റയിലേക്ക് മാറ്റിയത്. മലയോര മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും പുൽമൈതാനവും സിന്തറ്റിക് ട്രാക്കും അടങ്ങുന്ന സ്റ്റേഡിയത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുമെന്നതും തീരുമാനം മാറ്റാൻ കാരണമായി. 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ നേരത്തെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചാൽ ദേശീയ അത്ലറ്റിക് മീറ്റ് ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒട്ടേറെ കായിക താരങ്ങൾക്കും പുതുതലമുറയ്ക്കും പ്രയോജനപ്പെടും. നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വന്നെങ്കിലും നിലവാരമുള്ള പരിശീലനം നൽകാൻ കഴിയാതിരുന്നത് വലിയ പോരായ്മയായിരുന്നു. എത്രയും പെട്ടെന്ന് സ്റ്റേഡിയത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് കായിക താരങ്ങളുടെയും നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ JN ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.